നമസ്കാരം. ഇക്കരയാണെൻ്റെ മാനസം എന്ന ചിത്രത്തിൻ്റെ വിശേഷത്തിലൂടെ ഈ എപ്പിസോഡ് കൂടി നമുക്ക് പോകാം. രാഷ്ട്രീയക്കാരനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സിനിമാക്കാരൻ്റെ ജാടയൊക്കെ വേഷവിധാനങ്ങളിൽ കാണിച്ച എൻ്റെ ചിത്രമാണ് ഇക്കരയാൻ്റെ മാനസം. ധാരാളം നല്ല സുഹൃത്തുക്കൾ, ഒറവൽ കൃഷ്ണൻ എക്സിക്യൂട്ടീവ്, അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ ലത്തീഫ് അടക്കം, ബൈജു പുതിയറടക്കം നിരവധി സിനിമാ സുഹൃത്തുക്കളെ എനിക്ക് വീട് കിട്ടിയത് ഇക്കരയാണെൻ്റെ മാനസത്തിലൂടെയാണ്. താരബാഹുല്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഇക്കരയാണെൻ്റെ മാനസം. ജഗതി ശ്രീകുമാർ, മാള അരവിന്ദൻ, കലാഭവൻ മണി, ഇന്ദ്രൻസ്, പ്രേംകുമാർ, സൈനുദ്ദീൻ, കുതിരവട്ടം പപ്പു, മോഹിനി തുടങ്ങിയ ഒരുപാട് താരങ്ങളെ ഈ ചിത്രത്തിലൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. കണ്ട ഉടൻ കെ ഹരിദാസിനോട് ഞാനൊരു രഹസ്യം ചോദിച്ചു. നാടക സംവിധായകനൊക്കെയാണ്, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊരു അവസരം അദ്ദേഹം പറഞ്ഞു, മോനെ, സ്ഥിരമായി മോനെ എന്നാണ് മറ്റുള്ളവർ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. മോനെ, എനിക്ക് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട്, ഇപ്പോൾ അത് സാധ്യമല്ല. എന്തായാലും മോൻ പറഞ്ഞാൽ ഞാൻ ഓർമ്മയിൽ വയ്ക്കാം. പക്ഷേ ഇതിൽ ലൊക്കേഷൻ കാണിച്ചു തരാൻ വന്നതാണെങ്കിലും നിങ്ങളെ പ്രൊഡക്ഷൻ മാനേജർമാരായി വയ്ക്കാൻ ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറോട് പറയാം എന്നായിരുന്നു മറുപടി. ലൊക്കേഷൻ വിശേഷം ഭാരതപ്പുഴയിലാണ്. ഒരു പാട്ട് സീനിൻ്റെ ഭാഗമായി മോഹിനിയെ ലൊക്കേഷനിലെത്തിക്കേണ്ട ചുമതല എനിക്കായിരുന്നു. അവിടെ വെച്ചാണ് രസകരമായ ആ സംഭവം നടന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മോഹിനിയെ കാറിൽ കയറ്റി കൊണ്ടുപോകാനിരിക്കുമ്പോഴാണ് ഒരു യുവാവിന് മോഹിനിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. അവൻ കൈ നീട്ടി നിൽപ്പാണ്. മാത്രമല്ല, മദ്യലഹരിയുടെ അങ്ങേ അറ്റത്താണ് ആ യുവാവ് നിൽക്കുന്നതും. ആൾക്കൂട്ടം കൂട്ടച്ചിരിയാണ്. മോഹിനി ആകെ ഭയന്നും പോയി. ഒടുവിൽ അവനെ ചുമലിൽ ചേർത്ത് പിടിച്ച്, സുഹൃത്തെ, താങ്കളിങ്ങനെ മദ്യവെച്ചുകൊണ്ട് അവരാകെ പേടിച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട്. മദ്യപിക്കാതെ ചേട്ടൻ വരികയാണെങ്കിൽ ഷെയ്ക്കൻഡ് മാത്രമല്ല, ചേട്ടനെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ കൂടി എടുക്കാൻ ഞാൻ സൗകര്യം ചെയ്തുതരാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. മോനി, ഓക്കെ, ബൈ, മോഹിനി, ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഒരു ആക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിൽ മോഹിനി അവിടുത്തെ കാറിൽ കയറ്റി കൊണ്ടുപോയതാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സ്വന്തം നാട്ടിലെ ഷൂട്ടിങ്ങിൻ്റെ ഒരു അനുഭവം എന്ന് ഞാൻ ഇപ്പോൾ വീണ്ടും പറയുകയാണ്. എന്തായാലും ഷൂട്ടിംഗ് കഴിയുമ്പോഴേക്ക് ഡയറക്ടർ കെ ഹരിദാസിൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായി മാറാൻ